ഇടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജ്വല്ലറിയിലെ വളകളുടെ വിപുലമായ ശേഖരണമാണ്. വളകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എന്താ ആൻറ്റിക്ക് വേണോ, ചെട്ടിനാട് വേണോ, ഇനി പാലക്ക വേണോ, അല്ല മോഡേൺ വേണോ, ട്രഡീഷണൽ വേണോ, എത്നിക് വേണോ, എനിക്ക് പേരിട്ട് വിളിക്കാൻ പറ്റാത്തത്രയും വെറൈറ്റി മോഡൽസും ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷനുമായിട്ട് നമ്മളെ പരിചയപ്പെടുത്താൻ ആരായിരിക്കും വരുന്നത്? നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട പ്രീതി മാം ആണ് വരുന്നത്. ബാംഗിൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? ഇത് നമ്മൾ സാധാരണ ബ്രൈഡൽ, നമ്മളുടെ ആദ്യകാല പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ 5 പവൻ പുലിമയും ബലവും അതിനുള്ള ഈട് നിൽക്കുന്ന പറക്കാട്ട് ജൂവൽസിൻ്റെ 1 ഗ്രാം എന്ന് പറയുന്നത്. അതായത് സ്ക്രൂ ബാംഗിൾസ് ആണ്. ഇനാമൽ വർക്കും ഒക്കെ ചെയ്തിട്ട് വരുന്നതാണ്. നമ്മൾ കുറച്ച് നേരത്തെ മുതൽ ഈ ഒരു ടൈപ്പ് ഓർണമെൻറ്റ്സ് ഉണ്ട്. ബട്ട് ഇപ്പോഴും വിവാഹ പാർട്ടികൾ കൂടുതലായിട്ട് എടുക്കും. കാരണം നിറഞ്ഞു നിൽക്കും. കാരണം അധികം വളയിടാതെ തന്നെ നമുക്ക് സിംഗിൾ ബാംഗിൾ കൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് ഇതിപ്പോഴും ആ ഒരു രീതിയിൽ മൂവ്മെന്റ് ഉള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ കട പോലെ തന്നെ സ്ക്രൂ ഉള്ള ബാംഗിളാണ്. സ്ക്രൂ ഉള്ള ബാംഗിളിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്ക്രൂ ഒക്കെ ഉള്ള ബാംഗിൾ വെക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ എല്ല് കുറച്ച് സ്ട്രോങ് ആയവർക്ക്, അല്ലെങ്കിൽ ഈ എല്ല് വളയാത്തവർക്ക് അകത്തേക്ക് വളയിടുമ്പോഴേ എൻ്റെ കൈ കണ്ടോ, കോല് പോലത്തെ കൈയാണ്. അപ്പം ഈ കൈക്ക് സൈസ് ആവുന്ന വളയിടണമെങ്കിൽ ഈ എല്ലാണെങ്കിൽ സമ്മതിക്കത്തില്ല. ആ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു മോചനം എന്ന വണ്ണമാണ്. സ്ക്രൂ ഉള്ള ബാംഗിളാണെങ്കിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് ഇവിടെ തന്നെ കൊണ്ടുപോയി ഇടാൻ പറ്റും. അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള വളകളാണ് കട ബാംഗിൾ അല്ലെങ്കിൽ സ്ക്രൂ ബാംഗിൾ. അപ്പം ഇനിയും സ്ക്രൂ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാംഗിൾസ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ബാംഗിൾ കാണാം. ഇവിടെ കുറേ സ്റ്റോൺസ് ഉള്ള ഒരു ബാംഗിളാണ്. ഡയമണ്ട് പെൻഡന്റ്. ഇതെല്ലാം വൈറ്റ് റോഡിയം ചെയ്തേക്കുന്നതാണ്. അപ്പോൾ വൈറ്റ് ഗോൾഡ് എഫക്റ്റ് ആണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റോൺസ് എല്ലാം ക്യൂബിക് സിർക്കോണിയാണ്. അപ്പോൾ ആ ഒരു ഡയമണ്ട് ലുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത്. സിംഗിൾ ബാംഗിൾ ഇട്ടാൽ മതി. വലിയ അധികം നിറയെ ഇടുകയും വേണ്ട, റിച്ച് ലുക്കായിട്ടിരിക്കും. സാധാരണ ഗൗണൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാംഗിൾ കിട്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ആ വൈറ്റ് ഗൗണിൻ്റെ കൂടെ എന്നാന്ന് പറഞ്ഞാലും കുറേ യെല്ലോയിഷ് ഷെയ്ഡ് ചേരത്തില്ല അല്ലേ? അപ്പം ആ ഒരു പ്രശ്നം ഈ ബാംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. നിറച്ചും സ്റ്റോൺസ് ഉണ്ട്. നല്ല സ്പാർക്ലിംഗ് വൈറ്റ് കളറാണ്. ശരിക്കും ഡയമണ്ട് തന്നെ, ഒന്നും പറയാനില്ല. ശരിക്കും ഡയമണ്ട് തന്നെ, അല്ലെങ്കിൽ ശരിക്കും ഗോൾഡ് 18 ക്യാരറ്റ് ഗോൾഡിൽ ഡയമണ്ട് ചെയ്താൽ ശരിക്കും എങ്ങനെ ഇരിക്കും? ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. നിറച്ചും നല്ല അടിപൊളിയാണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ വാക്കില്ല. ഓക്കെ, ഇനി നമുക്ക് കാണാം ഒരു കാശ്, അതായത് നമ്മുടെ ഹിന്ദു ബ്രൈഡ്സ് യൂസ് ചെയ്യാൻ അല്ലേ, ഹിന്ദു ബ്രൈഡ്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും. ഇത് നമ്മുടെ അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ബാംഗിളാണ്. അപ്പോൾ ഇത് നമ്മുടെ ട്രഡീഷണൽ ഒരു വെയർ, കാശിമാലയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈവൻ ഡാൻസ് ആ ഒരു കോസ്റ്റ്യൂമിലും, പിന്നെ പറഞ്ഞ നമ്മുടെ ഓണം, വിഷു അതുപോലെയുള്ള ഒരു ട്രഡീഷണൽ ആ ഒരു കോൺസെപ്റ്റിൽ
എപ്പോഴും കാശിമാലയൊക്കെ ആയിട്ട് യോജിച്ചു പോകുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ തന്നെ നെക്ലേസും വരുന്നുണ്ട്, അപ്പോൾ കമ്മലും കാണും, അല്ല ജിമിക്കയുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ട് അങ്ങനെ ഒരു സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ നമ്മുടെ നാടൻ ശൈലിയിൽ ഉപയോഗിക്കാനായിട്ട്. മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴയ തലമുറയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിലും നമ്മളെ ഈ ട്രഡീഷണൽ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും ചേരുന്നതാണ് ഈ കാശുമാലകളൊക്കെ. അപ്പം ഈ സംഭവം അല്ലെങ്കിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ അയ്യോ എവിടെയാണ് എന്നൊക്കെ തിരഞ്ഞു പോവുകയാണെങ്കിൽ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കാശുമാല, കാശ് കൊണ്ട് അടുക്ക് കാശ് കൊണ്ട് ഉണ്ടാക്കിയ കമ്മൽ, അതുപോലുള്ള പല സംഭവങ്ങളും മുമ്പത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാനോ കേട്ടോ. സോ ഇതാണ് കാശ് വള. അപ്പം ഇനി അടുത്ത വള കാണിച്ചു തരാം. ഏതാണ് മാം? ഇത് നമ്മുടെ നമ്മളൊരു പുതിയ ബ്രാൻഡും കൂടെ വരുവാണ്. അപ്പോൾ അത് അല്പം കൂടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, യൂത്തിന് കുറച്ചുകൂടെ പറ്റുന്ന രീതിയിൽ അല്പം വെറൈറ്റി ഡിസൈനാണ്. അതെ അതെ. അപ്പോൾ യൂത്തിന് ശരിക്ക്, അതായത് ബ്രൈഡലാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്, അല്ലെ പാർട്ടി വെയർ, നമുക്ക് റിസപ്ഷൻ അതുപോലെയുള്ള പരിപാടികൾക്കോ, പിന്നെ അല്ലെ നമ്മുടെ ബ്രൈഡ്സിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ക്ലോസ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ. അതെ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇതെല്ലാം നമ്മുടെ ചെട്ടിനാട് കളക്ഷനുമായിട്ട് കോമ്പിനേഷൻ പോകുന്ന ആ ടൈപ്പിലുള്ള നെക്ലേസുകൾക്കൊക്കെ യോജിക്കുന്ന രീതിയിൽ പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് മയിൽ മോട്ടീഫ് നോക്കി അറിയാം. പിന്നെ പക്ക ഒരു ഗോൾഡൻ യെല്ലോ ഗോൾഡ് കളറല്ല, മാറ്റി ഫിനിഷിൽ. അതെ അതെ, അതുപോലെ ചെട്ടിനാട് കളറാണ്. ഇതിനകത്ത് ഫുള്ള് മയിൽ ഇങ്ങനെ നിരന്ന് ക്യൂ ആയിട്ട് ഒരുമാതിരി നമ്മുടെ ബിവറേജിന്റെ മുമ്പിൽ ചേട്ടന്മാർ ക്യൂ നിൽക്കില്ല, അത്രയും നല്ല അനുസരണയോടുകൂടി കുറേ മയിലുകൾ നിൽപ്പുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഹാങ്ങിങ്സ്. ഒരു എന്താ പറയുക, മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെന്താ ഞാൻ വിളിക്കേണ്ടത്, ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കാമെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണാറെന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടറ്റവും സിമിലർ ആയിരിക്കും, ഈ എഡ്ജും സിമിലർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഡിസൈനിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡിസൈനിൽ തന്നെ അവസാനിക്കുന്ന പാറ്റേൺസ് ആണ് സാധാരണ കാണാറ്. പക്ഷേ ഇതിലങ്ങനെയല്ല, മയിലിൻ്റെ തല വെച്ച് തുടങ്ങി ശരിക്കും മയിലിൻ്റെ പീലി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പോലെയുള്ള ഹാങ്ങിങ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെയും തന്നെ സ്ക്രൂ ഉള്ള ബാങ്കിളാണ്, അപ്പം നമുക്ക് സൈസ് ആവൂല്ലേ, അയ്യോ ഇതെങ്ങനെയാണെന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വളരെ ചെറിയ കൈക്കാണെങ്കിൽ പോലും വലിയ ബാങ്കിൾ നല്ല സ്യൂട്ട് ആവുന്ന, നമ്മുടെ കൈയുടെ സൈസ് അനുസരിച്ച് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിളാണ്. മാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോൺ എന്താണ്? അതെല്ലാം പോട്ടാ സ്റ്റോൺസ് ആണ്. മയിലിന്റെ കണ്ണ് ചെയ്തിരിക്കുന്നത് പോട്ടാ സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ. ഗാർനെറ്റ് ഷെയ്ഡിലുള്ള പോട്ടാ സ്റ്റോൺ അല്ലേ. അപ്പം ഇവിടെ ഒരു ഭയങ്കര ഭീമാകാരനായ ഒരു അജാനുബാഹു ബാങ്കിൽ ഇരിപ്പുണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അതെ, ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചെട്ടിനാട് കളക്ഷനുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. ഇതൊന്നും ആകുമ്പോൾ നമുക്ക് ഒരു ഒറ്റ സിംഗിൾ പീസ് മതി, സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. അതിൽ വരുന്ന റൂബി അതുപോലെ എമറാൾഡ് പോട്ടാ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിച്ച് ആയിട്ട് നിൽക്കും, പാർട്ടി വെയർ ഫങ്ഷണൽ തന്നെ ആയിട്ട് വരും. അതായത് ഒരു പ്ലെയിൻ സാരി കൊടുത്തിട്ട് ഈ ഒരൊറ്റ ബാങ്കിൾ ഇട്ടാലും അടിപൊളിയാണ്. വേറെ ഒരു കയ്യിൽ മാത്രം ബാങ്കിൾ ഇട്ടാലും ഒരു കയ്യിൽ കാലിയായിട്ട് ഇട്ടാലും ഒന്നും അയ്യോ അതെന്നെ രണ്ട് കയ്യിൽ ഇടാത്ത എന്നുള്ളൊരു ചോദ്യം വരത്തില്ല. കാരണം ആ ഒരു എന്താ പറയുക, എഥനിക് കോസ്റ്റ്യൂമിനെ നന്നായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല റിച്ച് ആയിട്ട് രണ്ട് സൈഡിലും ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് സിലിണ്ട്രിക്കലും അതുപോലെ റൗണ്ട് ഷേപ്പിലൊക്കെയുള്ള ഒരു ബോൾ ഷേപ്പിലൊക്കെ ഉള്ളത് ഒരുപാട് ഡിസൈൻസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്സിഡൈസ്ഡ് ആണ്, അപ്പോൾ ആ ഒരു ബ്രൈറ്റ് യെല്ലോ അല്ല, ചെറിയ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉള്ളിൽ വരുന്നത് പോലെയൊക്കെയുള്ള ഒരു നല്ലൊരു ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്തൊക്കെ ഒരു നല്ല സുഖമാണ് കേട്ടോ, ശരിക്കും ഒരു പ്രിക്കിയൻസ് ഒന്നും ഇല്ല, നല്ല സോഫ്റ്റ് ആണ്, നല്ല സ്മൂത്ത് എഡ്ജസ് ആണ് എല്ലാത്തിനും. എന്താ പറയുക, ആ ഭീമാകാരനായ വള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയും വെയിറ്റ് ഇല്ല, കാണുന്ന അത്രയും വെയിറ്റ് ഒന്നും ഇല്ല. അകത്തൊക്കെ ഹോളോ ആണ്, അകത്തൊക്കെ എംടി ആണ്, ഹോളോ ആണ്, എന്നാലും ഒരു പ്രിക്കിയൻസ് ഇല്ല കേട്ടോ. പിന്നെ നല്ല സുഖമാണ്, വെയ്റ്റ്ലെസ് ആണ്, മാത്രമല്ല കാണാനാണെങ്കിൽ ഇരിപ്പതാണ്. ഇനി ഒരു സാധാരണ ഈ ജെൻസിൻ്റെ ബാംഗിൾസിലൊന്നും അധികം വെറൈറ്റീസ് ഒന്നും കാണാൻ പറ്റാറില്ല, പക്ഷേ ഇവിടെ ഇടിവളകൾ ഒരുപാട് കണ്ടു. അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കൂടി ഞാൻ കണ്ടു. എന്താണ് മാം ഈ ബാംഗിളിൻ്റെ പേര്? ശരിക്ക് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, പെരിച്ചാഴി എന്ന് പറയുന്ന ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ ശരിക്ക് ലാലേട്ടൻ ഉപയോഗിച്ച
ആ മോഡൽ ബാങ്കിളാണിത്. അപ്പൊ പെരിച്ചാഴി മൂവിയിൽ ലാലേട്ടൻ ഇട്ടിട്ടുള്ള സിമിലർ ഡിസൈൻ ആണ് ഇത്. അതെ അതെ, ശരിക്കും ശിവലിംഗം, നാഗം, കൂടാതെ അതിനകത്ത് രുദ്രാക്ഷവും ശിവസ്വരൂപമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡലാണ്. ഇതിൽ സ്ക്രൂ ഉള്ളതും വരുന്നുണ്ട്, സ്ക്രൂ ഇല്ലാത്തതും വരുന്നുണ്ട്. അപ്പോൾ സൈസ് അതെ, ജെൻസിനാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ജെൻസിന് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു ജെൻസിന് വളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ കാണാറുള്ളൂ, പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ കാണാറുള്ളൂ. ഇങ്ങനെ ഡിസൈനിലൊന്നും വരുന്നത് മാത്രമല്ല, സ്ക്രൂ ഉള്ള ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ് ഒക്കെ വളരെ കുറവാണ് വരാറ്. അപ്പോൾ ഇതിനകത്ത് താഴെ ഒരു ലോട്ടസ് ഉണ്ട്, അതുപോലെ ഒരു ശിവലിംഗം ഉണ്ട്, ഒരു നാഗമുണ്ട്, അതുപോലെ എനിക്ക് തോന്നുന്നു പഞ്ചമുഖി രുദ്രാക്ഷമാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. രുദ്രാക്ഷം വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു റിച്ച് ലുക്ക്. ഈ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സിൽക്ക് ഖദർ ജുബയോ ഷർട്ടോ കുറച്ച് ഡാർക്ക് മെറൂൺ കളറിലൊക്കെ അല്ല, അതിൻ്റെ കൂടെ ഒരു കസവും കൊണ്ടും ഇങ്ങനത്തെ ഒരു ഇതും ഒരു ചെത്ത് മാലയൊക്കെ ഇട്ട്, പാറക്കാട്ടിൻ്റെ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ മാല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് ഇട്ടിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോ, ഒരു ബുള്ളറ്റൊക്കെ എടുത്തിട്ടൊന്നങ്ങ് പോയി നോക്ക്, പിന്നെ പറയാനുണ്ടോ പൂരം അല്ലേ? അപ്പം തീർച്ചയായിട്ടും നല്ല രസമായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ജെൻസ് ബാംഗിൾസ് കളക്ഷനും ഉണ്ട് ഇവിടെ എന്ന് കാണിക്കാം. ഞാൻ ഒരു ബാംഗിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ബാക്കിയുള്ള പൂരം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാംഗിൾ പരിചയപ്പെടാം. ഭയങ്കര എന്താ പറയുക, ഷേപ്പ് വൈസും ഡിസൈൻ വൈസും ഞാൻ പറയട്ടെ ബാക്കി. അതെ, ഇത് ശരിക്കും ബ്രേസ്ലെറ്റ് ബാംഗിളാണ്. അപ്പോൾ ഇത് സ്റ്റോൺസ് കണ്ടോ, അതിൻ്റെ സ്പാർക്ലിംഗ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പക്ക ഡയമണ്ട് പാറ്റേൺ ആണ്. അതിൻ്റെ സ്റ്റോൺസും എല്ലാം ഉപയോഗിക്കുന്നത് ക്യൂബിക് സിർക്കോണിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്, കൈക്ക് വണ്ണമൊക്കെ കുറവാണെങ്കിലും അതെ അങ്ങനെയുള്ളവർക്ക് നല്ല ക്യൂട്ടായിട്ട്, എന്നാൽ മോഡേൺ ആണ് താനും. ബ്രൈഡൽ ആ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ കോൺസെപ്റ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് വർക്കാവുന്ന ഒരു ബാംഗിളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ടി വെയറുമാണ്. എന്നാൽ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ വീതി ഉണ്ടെന്ന് പറഞ്ഞാലും സിമ്പിളായിട്ട് ഇപ്പോൾ ഏതൊരു ഫങ്ഷനും നമുക്ക് ഉപയോഗിക്കാം. വലിയ ഒരു ഫങ്ഷനും യൂസ് ചെയ്യാം, അതേസമയം സിമ്പിളായിട്ട് ഇപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചായി പോകും. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. നിറച്ചും ഫ്ലോറൽ ഡിസൈൻസ് ഇതാ, ഓരോരോ 5 പെറ്റൽസ് ഉള്ള ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നടുക്കൊക്കെ ചെറിയ ലീഫ് ഡയമണ്ട് കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡയമണ്ടിന് എന്ത് കട്ടാണോ ചെയ്യുന്നത് സെയിം കട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഡയമണ്ട് സ്റ്റോൺസ് പോലെ തന്നെ സ്പാർക്കിൾ ചെയ്തിട്ടുണ്ട്. നല്ല ഷൈനിങ് ആണ്. ലൈറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഷൈനിങ്. മാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഇത്രയും സ്റ്റോൺസും ഇതിൻ്റെ ബാക്കിലും വേറെ ഡിസൈൻ ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നിറച്ചും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബാംഗിളാണിത്. അപ്പം നമുക്ക് ഈ ഭാഗത്തെ എല്ലിന് കുറച്ച് കട്ടിയുള്ളവർക്ക് ഇടാൻ പറ്റാത്ത സങ്കടമൊക്കെ തീർക്കാനായിട്ട്, അതായത് ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ് ഉള്ളവർക്ക് നന്നായിട്ട് അവരുടെ കൈയുടെ ഷേപ്പ് അനുസരിച്ച് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ഇടാൻ പറ്റുന്ന ബാംഗിളാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളി. കണ്ട പൂരം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിൻ്റെ വെടിക്കെട്ടിൽ 5% പോലും ആയിട്ടില്ല. അപ്പം മുഴുവനായിട്ട് കാണാൻ ഇവിടെയുള്ള ഈ എൻ്റെ ചുറ്റുപാടും കാണുന്ന തിളക്കം മുഴുവനായിട്ട് കാണാൻ നിങ്ങളെ ഏറ്റവും അടുത്തുള്ള, ഞാൻ നിൽക്കുന്നത് പത്മയിലെ പാലക്കാട്ടിലാണ്, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഷോപ്പിംഗ് നടത്താനായിട്ട് എവിടെയാണ് വരേണ്ടത് മാം?
പറക്കാട്ടിൻ്റെ ഏറ്റവും അടുത്ത ഷോറൂമിൽ പോയാൽ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി സമയം കളയാതെ പെട്ടെന്ന് ഡ്രസ്സ് മാറി ചടപട ഓടിക്കോ. അപ്പം നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വളകളൊക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെയൊക്കെ ചേച്ചിയുടെ അടുത്താണെങ്കിൽ വളയുടെ ഒരു ഷോറൂം ഏകദേശം ഇതുപോലത്തെ അവസ്ഥ അവിടെയൊക്കെ. അപ്പം ആ ചേച്ചിക്കൊക്കെ ഞാൻ ഒരുപാട് ഇതൊക്കെ സജസ്റ്റ് ചെയ്യാണ്. അതുപോലെ നിങ്ങൾക്ക് അതുപോലത്തെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ അയച്ചു കൊടുക്കുന്നേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.